ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ കോണ്ടാക്ട്സിനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പിലേക്ക് വരിക. ശേഷം നിങ്ങൾക്ക് നേരെ കോണ്ടാക്ട്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ അടിയിലുണ്ട്. ദെൻ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്ത് ഡാറ്റ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു പുതിയത് ക്രിയേറ്റ് ചെയ്യണം, ആഡ് ന്യൂ എന്ന് കൊടുത്തു. ദെൻ ഞാൻ എന്ത് ചെയ്തു, കോണ്ടാക്ട് ന്യൂ കോണ്ടാക്ട് എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് വേണമെങ്കിൽ ഒരു സ്പെസിഫിക് ഡാറ്റ ആയിട്ട് എഴുതി വെക്കാം. പിന്നെ ക്ലെയിംസ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതാം. എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു. ഇവിടെ എനേബിൾ ആക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് പരസ്യം ചെയ്യാൻ ഓപ്പൺ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പം ഇത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ന്യൂ കോണ്ടാക്ട്സ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഇതിലൊന്നുമില്ല. ഇനി ഇതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിവിടെ ലിസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു യെല്ലോ ബട്ടൺ. ദെൻ ഇപ്പം ഇതിലൊരു ബട്ടൺസും ഇല്ല, ഒരു കോണ്ടാക്ട്സും ഇല്ല. ഇമ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഇമ്പോർട്ട് എന്നുള്ള ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണ്. ഒന്നെങ്കിൽ CSV ഫയലായിട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. ഈ എക്സാമ്പിളിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഫോൺ നമ്പർ ഇതിൽ അപ്ലോഡ് ചെയ്യുക, നെയിം ഇങ്ങനെയും കൊടുക്കുക. അതായത് ഇതിൽ നെയിമും കൊടുക്കുക, ഇതിൽ വരെ ഫോൺ നമ്പറും കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ഫയൽ സേവ് ചെയ്തിട്ട് അതിൽ ഇവിടെ അപ്ലോഡ് ചെയ്താൽ മതി. അതിലും ബെറ്റർ ഓപ്ഷനാണ് നിങ്ങൾക്ക് ജസ്റ്റ് നമ്പർ ഇവിടെ ഡയറക്റ്റ് പേസ്റ്റ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ എവിടെ നിന്നാണോ കോപ്പി ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നിർബന്ധമായിട്ടും നിങ്ങളുടെ കൺട്രി കോഡ് ഉണ്ടായിരിക്കണം. പിന്നെ പേരോ കാര്യങ്ങളോ ഇതിൽ പേസ്റ്റ് ചെയ്യരുത്. ജസ്റ്റ് നമ്പേഴ്സ് മാത്രം. പ്ലസ് ഉണ്ടാവാം, കുഴപ്പമില്ല. അപ്പം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാനിവിടെ ഒരു ഡാറ്റ ജസ്റ്റ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ആ നമ്പർ ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യാണ്, ഒരു കുറച്ച് നമ്പർ എക്സാമ്പിൾ. എന്നിട്ട് നിങ്ങൾ കോപ്പി, നിങ്ങൾക്ക് എക്സൽ ഷീറ്റിൽ നിന്ന് എവിടെ നിന്നാണെങ്കിലും പേസ്റ്റ് ചെയ്യാം. ജസ്റ്റ് പേസ്റ്റ് എന്ന് കൊടുക്കാം. ദെൻ നിങ്ങൾ സബ്മിറ്റ് എന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി തന്നെ അത് സക്സസ് എന്നായിട്ട് ബാക്കിലോട്ട് വന്നിട്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ വാലിഡേഷൻ ചെയ്യാൻ തുടങ്ങും. ഇതൊരു കുറഞ്ഞ സമയം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഇവിടെ വാലിഡേഷൻ ചെയ്തുകൊണ്ടിരിക്കാം, കുറച്ച് സമയം പിടിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ കോണ്ടാക്ട്സിൽ വന്നാൽ വാലിഡ് ആയിട്ടുള്ളതും വാലിഡ് അല്ലാത്തതും നിങ്ങൾക്ക് ഇവിടെ പിന്നീട് അവർ കാണിച്ചു തരും. അപ്പോൾ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തതിൽ 63 അപ്ലോഡ് ചെയ്തത്. 50 നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് അയക്കാം. 10 വാലിഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇവിടെ തന്നെ നിങ്ങൾക്ക് ഈ ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ ഇവിടെ ഡിലീറ്റ് എന്ന് കൊടുത്താൽ മതി. എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ നെയിം എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ആ ന്യൂ കോണ്ടാക്ട്സ് എന്നുള്ള ഡാറ്റ നിങ്ങൾക്ക് ഇവിടെ വീണ്ടും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡാറ്റാസ് ആയിട്ടുണ്ട്.